السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. باب ما على المأموم من المتابعة وحكم المسبوق. രണ്ട് കാര്യങ്ങളാണ്. മഅ്മൂമിന്റെ മേൽ വേണ്ടി വരുന്ന മുത്താബഅത്തുമായി ബന്ധപ്പെട്ട വിഷയം, മസ്ബൂക്കായി തുടർന്ന ആളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയാണ് ഈ ബാബിൽ പരാമർശിക്കുന്നത്. ഹദീസ് നമ്പർ 1136. عن براء بن عازب رضي الله تعالى عنه أنه قال كنا نصلي خلف النبي صلى الله عليه وسلم. ഞങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുടർന്നുകൊണ്ട് നിസ്കരിക്കുമായിരുന്നു. അങ്ങനെ നിസ്കരിക്കുമ്പോൾ ഫൈദാ ഖാല സമിഅ അല്ലാഹു ലിമൻ ഹമിദാ, ഇത്രാലിക്കിൽ വരുമ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു എന്ന് ചൊല്ലിയിട്ട് ലം യഹ്നി അഹദും മിന്നാ ലഹ്റഹു, സുജൂദിലേക്ക് മഅ്മൂമിങ്ങളിൽപ്പെട്ട ഞങ്ങളിൽ ഒരാളും തന്നെ മുതുക് വളക്കാറില്ല. ആ നൃത്തത്തിൽ അങ്ങനെ നിൽക്കും. ഏറ്റിതല്ലേ ഹത്താ യളഅ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ജബ്ഹതഹു അലൽ അർള്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെ ആദരവാക്കപ്പെട്ട നെറ്റിത്തടം നിലത്ത് വെക്കുന്നത് വരെ ഞങ്ങൾ കുനിയാറില്ല. അതാണ് കാമിലായ രൂപം. അതായത് ഇമാമ് ഒരു ഫർളിൽ നിന്ന് മറ്റൊരു ഫർളിലേക്ക് ഇന്തിഖാല് ചെയ്താൽ ഏത് ഫർളിലേക്കാണോ പോകുന്നത് ആ ഫർളിൽ എത്തിയിട്ടാണ് മഅ്മൂമിങ്ങൾ മുമ്പുള്ള ഫർളിൽ നിന്നിട്ട് പോരാൻ തുടങ്ങേണ്ടത്. അതാണ് കാമില്. അതേസമയത്ത് ഇമാമ് തുടങ്ങി മുന്തഖലിയിലേക്കാവുന്ന ഫർളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മഅ്മൂമിങ്ങൾ തുടർന്ന് പോന്നാലോ തെറ്റൊന്നുമില്ല, കാമിലായ സൂറത്താവില്ല എന്നുള്ളൂ. മുത്തഫഖുൻ അലൈഹി. അപ്പോ ഒപ്പം പോരല് കറാത്ത, ഇമാമിന്റെ കൂടെ തന്നെ മഅ്മൂമ് പോവുക ഇന്തിഖാലാത്തുകളിൽ, അത് കറാഹത്താണ്. എന്നാൽ ഇമാമിന്റെ തൊട്ടുപുറകിലായിട്ട് പോരുന്നതോ അസ്ർ സുന്നത്ത് കിട്ടും, കറാത്തൊന്നുമില്ല. കാമിലായ സുന്നത്ത് ഇമാമ് ഏത് ഫർളിലേക്കാണോ പോകുന്നത് ആ ഫർളിൽ ഹഖീഖത്തൻ എത്തണം. നെറ്റിത്തടം വെക്കുമ്പോഴേ സുജൂദിൽ ഹഖീഖത്തൻ എത്തുള്ളൂ. കാൽമുട്ട് വെക്കുക, ഉള്ളം കൈ വെക്കുക എന്നൊക്കെ പറയുന്നത് സുജൂദിന്റെ തുടക്കങ്ങളാണ്. സുജൂദ് താമാവുന്നത് നെറ്റിത്തടം വെക്കുമ്പോഴാണ്. ആ നെറ്റിത്തടം വെച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ കുനിയാൻ തന്നെ തുടങ്ങല്. അപ്പൊ കാമിലായ സുന്നത്തിന്റെ രീതി അതാണ് മുത്താബഅത്തിൽ. മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരി 690 നമ്പറാണ്. ഇമാം മുസ്ലിം 197 474. ഹദീസ് നമ്പർ 1137. عن أنس رضي الله تعالى عنهم أنه قال صلى بنا رسول الله صلى الله عليه وسلم ذات يوم. ഒരു ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഇമാമായി നിസ്കാരം നിർവഹിച്ചു. ഫലമ്മാ ഖളാ സ്വലാത്തഹു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം അഖ്ബല ഇലൈനാ ബിവജ്ഹിഹി, അവിടത്തെ ശറഫാക്കപ്പെട്ട മുഖം കൊണ്ട് ഞങ്ങളിലേക്ക് മുന്നിട്ടു. എന്നിട്ട് ഫഖാല, തങ്ങൾ പറയാണ്, അയ്യുഹന്നാസ്, ഓ മഅ്മൂമിങ്ങളെ, ജനങ്ങളെ, ഇന്നി ഇമാമുക്കും, ഞാൻ നിങ്ങളുടെ ഇമാമാണെന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അതായത് ഫലാ തസ്ബിഖൂനി, ആയതിനാൽ എന്നെക്കാൾ നിങ്ങൾ മുൻകടക്കരുത്. ബിർറുകൂഇ, റുകൂ കൊണ്ടോ, വലാ ബിസ്സുജൂദി, സുജൂദ് കൊണ്ടോ, വലാ ബിൽ ഖിയാമി, ഖിയാം കൊണ്ടോ, വലാ ബിൽ ഇൻസിറാഫി, സലാം വീട്ടലുകൊണ്ടോ, ഒന്നിലും ഇമാമിനേക്കാൾ നിങ്ങൾ മുൻകടക്കാൻ പാടില്ല. അത് ശർത്ത. സുന്നത്തിട്ടൂല. ചിലയിടത്ത് ഹറാമ് വരും, ചിലയിടത്ത് നിസ്കാരം തന്നെ ബാത്തിലാവും ചെയ്യും. സലാമൊക്കെ ഇമാം വീട്ടുന്നതിന് മുമ്പ് മുഫാറഖത്തിന്റെ നിയ്യത്ത് ചെയ്യാതെ കൽപ്പിച്ചുകൂട്ടി വീട്ടിയ നിസ്കാരം തന്നെ ബാത്തിലാവും.
മറന്നുകൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല. ഏതായാലും എന്തു കിട്ടൂല? സുന്നത്ത് എന്തായാലും കിട്ടൂല. കറാത്താകുന്ന പോലുണ്ട്, ഹറാമാവുന്ന പോലുണ്ട്. തഫാസിലുകളൊക്കെ ഫിഖ്ഹിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടൊരു താക്കീൽ, ഫൈന്നി അറാക്കും, നിങ്ങളെ ഞാൻ കാണും. അമാമി എന്ന് പറഞ്ഞാൽ മുന്നിന്ന് കാണും, ഇപ്പൊ നമ്മളുമൊക്കെ കാണും. അതല്ല, എനിക്ക് പ്രത്യേകം ഹൽഫി, എന്റെ പുറകിൽ നിന്നും കാണും. അതിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് മുഅ്ജിസത്താ. പുറകിൽ നിൽക്കുന്ന ആളുകളെ മുന്നിലേക്ക് തിരിഞ്ഞ് ഖിബിലയിലേക്ക് മുന്നിട്ട് നിസ്കരിക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നു എന്നത് അല്ലാഹു തആല അവിടത്തേക്ക് കൊടുത്ത ഒരു മുഅ്ജിസത്താണ്. അപ്പൊ അത് താക്കീത് എന്ന് പറയാൻ കാരണം എന്താ? അതായത് ഞാൻ മുന്നിലല്ലേ, ഇങ്ങോട്ടല്ലേ തിരിയണത്, നമ്മള് എന്ത് ചെയ്താലും നബി തങ്ങൾ കാണൂല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങളുടെ ചലനങ്ങളൊക്കെ ശരിക്കും എനിക്ക് കാണും എന്ന് പറയുമ്പോൾ ഒരു പേടിയും സൂക്ഷ്മതയും കൂടുതലുണ്ടായിക്കോളും. റവാഹു മുസ്ലിമുൻ. ഇമാം മുസ്ലിം സഹീഹില് 112 426 എന്ന നമ്പറിലാണ് ആ ഹദീസ് മുസ്ലിം റിവായത്ത് ചെയ്തത്. آية 138 عن أبي هريرة رضي الله تعالى عنه أنه قال رسول الله صلى الله عليه وسلم لا تبادر الإمام, ഇമാമിനേക്കാൾ നിങ്ങൾ മുങ്കടക്കരുത്, ഉളരരുത്, ഇമാമിന്റെ മുമ്പ് പോകരുത്. പിന്നെന്തു വേണം? ഇദാ കബ്ബറ, ഇമാം തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ ഫകബ്ബിറു, അനന്തരം നിങ്ങൾ തക്ബീർ ചൊല്ലിക്കൊള്ളൂ. മുമ്പും പാടില്ല, കൂടെയും പാടില്ല. ഉടനെ ശേഷം ഫാൾട്ട് പറഞ്ഞാൽ എന്താ? ഫാൾട്ട് പറഞ്ഞാൽ കൂലി, ജമാഅത്തിന്റെ കൂലി, തക്ബീറത്തുൽ ഇഹ്റാമിൽ ഇമാമിനോട് ചേരുക എന്നുള്ള കൂലിയൊക്കെ കിട്ടണമെങ്കിൽ ഉടനെ ആവണം. താമസിക്കും തോറും ആ സവാബ് കുറഞ്ഞു വരും. നിസ്കാരം ചെയ്യാവൂ. മുമ്പായാലും ഒപ്പമായാലും രണ്ടായാലും നിസ്കാരം തന്നെ ചെയ്യാവൂല. പിന്നെ വൈദാ ഖാല വലല്ലാലീൻ എന്ന് ഇമാമ് ചൊല്ലിക്കഴിയുമ്പോൾ ഫഖൂലു ആമീൻ, നിങ്ങളും ആമീൻ എന്ന് ചൊല്ലിക്കോളൂ. നിങ്ങൾ ചൊല്ലിക്കോളൂ എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ ചൊല്ലും. അവിടെ പക്ഷേ എന്തല്ല, പിന്നീടല്ല, കൂടെ തന്നെ ചെല്ലണം എന്ന്. വലല്ലാലീൻ എന്ന് പറഞ്ഞാൽ ഫഖൂലു ആമീൻ എന്ന് പറഞ്ഞാൽ ഉടനെ ആമീൻ പറയണം എന്ന് പറഞ്ഞാൽ അതിന്റെ അഖബിൽ ഇമാം ആമീൻ പറയും. ഇമാം ആമീൻ പറയും, ആ കൂട്ടത്തിൽ മൗമൂമിങ്ങളും ആമീൻ പറയണം. അതങ്ങനെ തന്നെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഇമാമിന്റെ കൂടെ ചെയ്യൽ സുന്നത്തുള്ള ഏക പ്രവൃത്തി ആമീൻ മാത്രം. വേറെ ഒന്നും ഇമാമിന്റെ കൂടെ ചെയ്യൽ സുന്നത്തുള്ളതില്ല. ഒക്കെ ബേക്കിലാ ചെയ്യേണ്ടത്. ആമീൻ പക്ഷെ ഒന്നിച്ചു ചൊല്ലാം. വൈദാറക്കായ ഇമാം റുക്കൂയിലേക്ക് പോയി കഴിഞ്ഞാൽ ഫർക്കഊ, നിങ്ങളും റുക്കൂയി ചെയ്തോളൂ. വൈദാ ഖാല സമി അല്ലാഹു ലിമൻ ഹമിദഹു എന്ന് ഇമാമ് ചൊല്ലിക്കഴിയുമ്പോൾ ഫഖൂലു അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദു എന്ന് ചുരുങ്ങിയ ഓരാം. മുത്തഫഖുൻ അലൈഹി. ഹദീസ് ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്താണെങ്കിൽ ചെറിയ മാറ്റമുണ്ട്. ഇല്ലാ അന്നൽ ബുഖാരി ലം യദ്കുർ വൈദാ ഖാല വലല്ലാലീൻ ഫഖൂലു ആമീൻ എന്ന ഭാഗം ബുഖാരിന്റെ ഭാഗത്തില്ല, അത് മുസ്ലിമിലെ ഉള്ളൂ. ആയിരത്തി 139 وعن أنس رضي الله تعالى عنهم أن رسول الله صلى الله عليه وسلم ركب فرسا, ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ പോലെ ഒരു കുതിരപ്പുറത്ത് കയറി. പലപ്പോഴും കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നതാണ്, യുദ്ധത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഒരിക്കൽ ഒരു കുതിരപ്പുറത്ത് കയറി. പക്ഷേ ദൗർഭാഗ്യവശാൽ ഫസുരിഅ അൻഹു, ഈ കുതിരപ്പുറത്തു നിന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണു. അതിനെ തുടർന്നുള്ള ചില ഹുക്കുമുകൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവാബ് ദറജയും വർദ്ധിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ അല്ലാഹു തആല ചെയ്യുന്ന ചില ഇബ്തിലാകളാണ്. അശ്വദ്ദുന്നാസ് ബലാനൽ അംബിയാ എന്ന് പറഞ്ഞില്ലേ, അതാ. അങ്ങനെ ഫജുഹിഷ ശിഖ്ഖുൽ അയ്മൻ, വലതു ഭാഗത്ത് പരിക്കേറ്റു. ഊരത്തിയായിരിക്കുമല്ലോ വീണത്. അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതായി. ഫസല്ലാ സ്വലാത്തൻ മിന സ്വലവാത്തി, ഇന്ന വക്താണ് ഇപ്പോൾ ഓർമ്മയില്ല, ഒരു നിസ്കാരം, 5 ഫർദിൽപ്പെട്ട ഒരു നിസ്കാരം നബി തങ്ങൾ ഇമാമായി നിസ്കരിച്ചു. എങ്ങനെ നിസ്കരിച്ച? ഖായിദുൻ, ഇരുന്നാണ്, നിൽക്കാൻ വയ്യ, വീണ ഈ പരിക്കുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ, അങ്ങനെ ഇരുന്നാണ് നിസ്കരിക്കുന്നത്. ഫസല്ലൈനാ വറാഅഹു ഖുഊദാ, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുടർന്ന് നിസ്കരിച്ച മുഅ്മിനീങ്ങളെല്ലാം ഇരുന്നവരായിക്കൊണ്ടാണ് നിസ്കരിച്ചത്. ഇമാം ഇരുന്നപ്പം മൗമൂമിങ്ങൾ ഇരിക്കാൻ കൽപ്പിക്കപ്പെട്ടു. അങ്ങനെ അവരിരുന്നു. പിന്നെ മൻസൂഖ എന്ന് പറയും. ഫലമൻസറഫ, അങ്ങനെ നിസ്കരിച്ച് സലാം വീട്ടിയതിനു ശേഷം കാല തങ്ങൾ പറയാണ്, ഇന്നമാ ജുഅലൽ ഇമാമു, നിശ്ചയം ഇമാമിനെ നിയമിക്കപ്പെട്ടത് ലി ഉത്തമ്മ ബിഹി, അദ്ദേഹത്തോട് പിന്തുടരപ്പെടാൻ വേണ്ടിയിട്ടാണ്. മൗമൂമിങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ പിന്തുടരണം. അതുകൊണ്ട് ഇദാ സ്വല്ലാ ഖായിമൻ, ഇമാം നിസ്കരിക്കുമ്പോൾ ഫസല്ലു ഖിയാമ, മൗമൂമിങ്ങളായ നിങ്ങളും നിസ്കരിച്ചോളൂ. വൈദാ റകഅ ഫർകഉ, ഇമാം റുകൂയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ റുകൂയിൽ ചെയ്തോളൂ. വൈദാ റഫഅ ഫർഫഉ, ഇമാം ഇഅ്തിദാലിലേക്ക് ഉയർന്നു വന്നാൽ ഫർഫഉ, നിങ്ങളും തല ഉയർത്തിക്കോളൂ. വൈദാ ഖാല സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ഫഖൂലു റബ്ബനാ ലക്കൽ ഹംദു എന്ന്. വൈദാ സ്വല്ലാ ജാലിസൻ, ആകാപ്പെടേറെ ഇമാം ഇരുന്നുകൊണ്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഫസല്ലു ജുലൂസൻ അജ്മഊൻ, നിൽക്കാൻ കഴിയുന്നവര് കഴിയാത്തവര് വ്യത്യാസമില്ല, എല്ലാവരും ഇരുന്ന് നിസ്കരിച്ചു കൊള്ളണം എന്ന്. ഇമാം ഹുമൈദി, മുസ്ലിമും ബുഖാരിയും കൂടി ജമ്മ ചെയ്ത ആളാണല്ലോ ഇമാം ഹുമൈദി. ഇമാം ഹുമൈദി പറയുന്നു, ഖൗലുഹു ഇദാ സ്വല്ലാ ജാലിസൻ ഫസല്ലു ജുലൂസാ എന്ന അവസാനം പറഞ്ഞത് വഫീ മർദിഹിൽ ഖദീം, നേരത്തെ ആ കുതിരപ്പുറത്തുനിന്ന് വീണിട്ട് പരിക്കേറ്റപ്പോ പറഞ്ഞതാ എന്നതുപോലെ ഉഹദിലും പറഞ്ഞിട്ടുണ്ട്. അത് വേറെ സംഭവമാണ്. ഉഹദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യുദ്ധത്തിൽ പരിക്കേറ്റ് അതിന്റെ പുറമെ ചതിക്കുഴി ഉണ്ടാക്കി വെച്ചിരുന്നു, അതിൽ വീണ് ശരീരമൊക്കെ പരിക്കേറ്റു. അങ്ങനെ അന്ന് ളുഹറും അസറും ഒക്കെ നബി തങ്ങൾ ഇരുന്ന് നിസ്കരിച്ച്, അന്ന് മൗമൂമിങ്ങളോട് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നേരത്തെ ആദ്യകാലത്തുള്ള വിധികളാ. എന്നാൽ സുമ്മ സ്വല്ലാ ബഅദ ദാലിക, പിൽക്കാലത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു ജാലിസൻ, ഇരുന്നുകൊണ്ട് ഇമാമായി നിസ്കരിക്കുന്നു. വന്നാസു ഖൽഫഹു ഖിയാമുൻ, തങ്ങളുടെ പിന്നിൽ മൗമൂമിങ്ങളായിട്ട് നിന്നുകൊണ്ട് നിസ്കരിച്ചു. അവിടെ ലം യഅ്മുറുഹും ബിൽ ഖുഊദി, ഇരുന്നോളൂ എന്ന് നബി തങ്ങൾ കൽപ്പിച്ചിട്ടില്ല. അപ്പം ആദ്യം ഇസ്ലാമിന്റെ ആദ്യഘട്ടത്തിൽ മദീനയിലെത്തിയ ഉടനെയുള്ള ജമാഅത്തിലൊക്കെ ഇമാം ഇരിക്കുകയാണെങ്കിൽ മൗമൂമിങ്ങളും ഇരിക്കണം എന്നായിരുന്നു. പക്ഷേ അവസാന കാലത്ത് ആ നിയമം മാറ്റി നസ്ഖ് വന്നു. എന്താ? വഫാത്തിനോടടുത്ത, അതിന് ഹദീസ് വരും, വഫാത്തിനോടടുത്ത സമയത്ത് സഹാബികൾ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും ഇമാം അലിയാർ റളിയല്ലാഹു അൻഹു തങ്ങളും താങ്ങിപ്പിടിച്ചു കൊണ്ടുപോയി ഇരുത്തി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കാരം തുടങ്ങിയാരാണ്. അപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്പം മാറി നിന്നു. നബി തങ്ങൾ അതിന്റെ അടുത്തിരുന്ന് തങ്ങൾ ഇമാമായി നിസ്കരിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുബല്ലിഗായിട്ടു. കാരണം നബി തങ്ങൾ ഉച്ചവശനാണ്. അപ്പോ ഉറക്കെ തക്ബീർ, ഇന്ത്യകാലത്തിന്റെ തക്ബീർ ഒന്നും ഉറക്കെ ചെല്ലാനൊന്നും വയ്യ. അപ്പോ പതുക്കെ ചെല്ലും. അടുത്ത് തന്നെയാണല്ലോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവര് ഉറക്കച്ച് പറയും. അപ്പം മുബല്ലിഗായിട്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. യഥാർത്ഥത്തിൽ ഇമാമ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. തങ്ങൾ ഇരുന്നുകൊണ്ട് നിസ്കരിക്കുന്നത്. മുബല്ലിഗാവുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളും ബാക്കി മുഅ്മിനീങ്ങളും ഒക്കെ നിന്നിട്ടുമാണ്. എന്നിട്ട് പറയാം, വഇന്നമാ യുഖദു ബിൽ ആഖിരി ഫൽ ആഖിരി മിൻ ഫീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനത്തിൽ അവസാനമുള്ളത് അടുക്കുക. ആദ്യത്തേനെ നസ്ഖ് ചെയ്തുകൊണ്ട് അവസാനം വരിക. ഇങ്ങനെയാണ് ഹദാ ലഫ്ദുൽ ബുഖാരി. വത്തഫഖ മുസ്ലിമുൻ ഇലാ അജ്മഊൻ, എവിടെ
ഇദാ സല്ലാ ജാലിസൻ വസല്ലു ജുലൂസൻ അജ്മഊൻ എന്നതുവരെ ബുഖാരിയും മുസ്ലിമിന്റെ റിവായത്തുണ്ട്. ബുഖാരിന്റെ റിവായത്തിൽ ഹുമൈദിയുടെ ഈ ഖൗലും കൂടിയുണ്ട്. ബുഖാരിന്റെ അസാത്തിദത്തിൽപ്പെട്ട ആളാണ് ഇമാം ഹുമൈദി. അപ്പോ ആ ഹുമൈദിന്റെ ഖൗലായിട്ട് ഇങ്ങനെ ഒരു ജമ്പ് ചെയ്തുകൊണ്ട് ആദ്യം ഇമാം ഇരുന്നപ്പം മൗമൂം ഇരിക്കണം എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അത് മൻസൂഹായിട്ടുണ്ട് എന്ന കാര്യം കൂടി ബുഖാരിയിൽ ബഹുമാനപ്പെട്ട ഇമാം ഹുമൈദി എന്ന ഉസ്താദിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മിഷ്കാത്ത് ഹദീസ് നമ്പർ 1140. വൻ ആയിഷ റളിയല്ലാഹു തആല അൻഹാ വഅൻഹും അൻഹാ ഖാലത്ത് ലമ്മാ സഖുല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗം വളരെ കഠിനമായ സമയത്ത്, വഫാത്തുമായി ബന്ധപ്പെട്ട രോഗം കഠിനമായ സമയത്ത്, ജാഅ ബിലാലുൻ, ബിലാൽ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ വന്നു, യുഅ്സിനുഹു ബിസ്സലാഹ്, നിസ്കാരത്തിന് വിവരം അറിയിക്കാൻ വേണ്ടി തന്നെ. ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ജമാഅത്തിനുള്ള കുറച്ച് ഒഴിവുണ്ടാവുമല്ലോ, അത് കഴിഞ്ഞിട്ട് ഇഖാമത്ത് കൊടുക്കാനാവുമ്പം ബാനായ ബിലാൽ റളിയല്ലാഹു അൻഹു വന്ന് തങ്ങളോട് പറയും ഇഖാമത്ത് കൊടുക്കട്ടെ എന്ന്. അപ്പൊ സമ്മതം കിട്ടിയാലേ പോയിട്ട് ഇഖാമത്ത് കൊടുക്കുള്ളൂ, അങ്ങനെയാണ് വേണ്ടതും. ഇമാമിന്റെ സമ്മതപ്രകാരമാണ് മുഅദ്ദിൻ ഇഖാമത്ത് വിളിക്കേണ്ടത്. അങ്ങനെ തങ്ങളോട് പറഞ്ഞ് നിസ്കരിക്കാൻ സമയമാണ്. അപ്പൊ തങ്ങൾക്ക് പോകാൻ വയ്യ. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുറു അബൂബക്കറിൻ അൻ യുസല്ലിയ ബിന്നാസ്, തങ്ങൾക്ക് പോകാൻ വയ്യ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാൻ പറയൂ എന്ന് കൽപ്പിച്ചു. അതനുസരിച്ച് ഫസല്ല അബൂബക്കറിൻ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഇമാമായി നിസ്കരിച്ചു. തിൽക്കൽ അയ്യാം, ഈ പറ്റ രോഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പള്ളിയിൽ അടുത്ത് തന്നെയാണ് എവിടെങ്കിലും പോയി ജമാഅത്തിൽ പങ്കെടുത്തു വരാൻ കഴിയാതായിരുന്നു. ആ ദിവസങ്ങളിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമായി നിസ്കരിച്ചു. ثم إن النبي صلى الله عليه وسلم وجد في نفسه خفة, അങ്ങനെ കുറച്ച് ദിവസം രോഗമായപ്പോ 17 നിസ്കാരാണ് നിസ്കരിച്ചെന്നൊക്കെ പറയുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമായിട്ട്. അങ്ങനെ അല്പം ഒരു ശാന്തത, സമാധാനം തോന്നി ശരീരത്തിന്. അപ്പൊ എന്തായി, ഫഖാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. യുഹാദാ ബൈന റജുലൈൻ, രണ്ട് ആളുകൾക്കിടയിൽ ഇങ്ങനെ താങ്ങി പിടിച്ചിട്ട് കൊണ്ടുപോവുകയാണ്. ഹാദാബൈന റജുലൈൻ, രണ്ടാളുകൾ അപ്പുറം ഇപ്പുറം നിന്നിട്ട് താങ്ങി പിടിച്ചിട്ട്, സ്വന്തം പോകാൻ വയ്യ. ഒരു ഭാഗത്ത് ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്, ഒരു ഭാഗത്ത് ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തങ്ങളാണ്. അങ്ങനെ അപ്പുറം ഇപ്പുറം താങ്ങി പിടിച്ചിട്ട് പോയി. എങ്ങനെ അപ്പുറം നടക്കാൻ വയ്യ. വരിജിലാഹു തഹുത്താനി ഫിൽ അർദ്, അവിടുത്തെ ഷറഫാക്കപ്പെട്ട കാല് ഭൂമിയിൽ ഇങ്ങനെ വരിഞ്ഞു പോവുകയാണ്. എടുത്തു വെക്കാൻ കഴിയുന്നില്ല എന്നാണ്, അത്രയും അവശനാണ്. കാലെടുത്തു വെച്ച് രണ്ടു വർഷം താങ്ങിയിട്ട് പോലും കാലെടുത്തു വെക്കാൻ പറ്റുന്നില്ല. അത് ഇവരിങ്ങനെ തോള് രണ്ട് കക്ഷത്തിലൂടെ കൈയിട്ട് തൂക്കി താങ്ങി പിടിച്ചിട്ട് പോകുമ്പോഴും കാലിങ്ങനെ വരിഞ്ഞുകൊണ്ടാ പോകുന്നത്. അത്രയും ക്ഷീണിതനാണ്. അങ്ങനെ ഫലം ഹത്താ ദഖലൽ മസ്ജിദ, അങ്ങനെ നബി തങ്ങൾ എടുത്ത് പള്ളിയിൽ പ്രവേശിച്ചു. അപ്പൊ സിദ്ദീഖ് നിസ്കാരം തുടങ്ങിയിട്ടുള്ളൂ. ഫലമ്മാ സമിഅ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ കേട്ടപ്പോൾ, ഹിസ്സഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദം അല്ലെങ്കിൽ ആ ചലനം, രണ്ടും പറയാൻ സൗത്തിന്നോ അല്ലെങ്കിൽ അർക്കത്തിന്നൊക്കെ, ദഹബ യതഅഖറു, ഇമാമുക്കിന് മുന്നിലാണല്ലോ, അവിടുന്ന് പിന്നോട്ട് മാറി നിൽക്കാൻ തുടങ്ങി. ഫഔമഅ ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്ക് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാറത്ത് ചെയ്തു, അല്ലാ യതഅഖർ, പിന്നോട്ട് മാറിക്കണ്ട, അവിടെ തന്നെ നിന്നോളി എന്ന് പറഞ്ഞു.
അങ്ങനെ തങ്ങൾ ചെന്നു അത്ത ജലസ അൻയസാരി അബീബക്കർ റളിയല്ലാഹു തആല അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇടതുവശത്തിരിഞ്ഞു. അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലതുവശത്താവുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇമാമായിട്ട് പിന്നെ നിസ്കരിക്കുന്നത്. അവിടെയാണ് വകാന അബൂബക്കറിൻ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു യുസല്ലി ഖായിമ, നിന്നാണ്. കാരണം സുഖമൊന്നുമില്ലല്ലോ, എഴുന്നേറ്റ് നിന്നുകൊണ്ട്. അതേ സമയത്ത് ഇമാമാരാ നബി തങ്ങളാണ്. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു യുസല്ലി ഖായിദ, ഇരുന്ന് നിസ്കരിക്കുന്നത്. അപ്പൊ യഥാർത്ഥ ഇമാമാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് നിസ്കരിക്കുന്നത്. എന്നാൽ നബി തങ്ങളുടെ മുബല്ലിഗാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. കാരണം ഉറക്കെ ഉച്ചത്തിൽ തക്ബീർ എല്ലാരൊന്നും വലിയ ആഫിയത്തില്ലാതായിന്. അപ്പോ ബാക്കിയുള്ളവരൊക്കെ കേൾക്കണ്ടേ. അപ്പൊ മുബല്ലിഗ് എന്ന നിലക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇമാമ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമാണ്. യഖ്തദി അബൂബക്കറിൻ ബിസ്സലാത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവരും നബി തങ്ങളോട് നിസ്കാരത്തിൽ തന്നെ തുടർന്ന്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെ. പക്ഷേ വന്നാസു യഖ്തദൂന ബിസ്സലാത്തി അബൂബക്കറിൻ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ നിസ്കാരത്തിന് ഇന്തിഖാലാത്തിന്റെ തക്ബീറാത്തുകളൊക്കെ ഉച്ചത്തിൽ പറയുന്നു. അപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ബാക്കി മൗമൂമിങ്ങളും നിന്നുകൊണ്ടും ഇമാമായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നു കൊണ്ടുമാണ് നിസ്കരിച്ചത്. അപ്പൊ ഇമാമ് ഇരുന്നും മൗമൂമിങ്ങൾ നിന്നും കൊണ്ട് നിസ്കരിക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല. എന്നാൽ ഇമാമ് നിൽക്കുകയാണ്, മൗമൂമിങ്ങളിൽപ്പെട്ട ഒരാൾക്കോ ഏതാനും ആളുകൾക്കോ അല്ലെങ്കിൽ മുഴുവൻ ആളുകൾക്കോ നിൽക്കാൻ പറ്റാത്ത തരത്തിൽ എതിരുണ്ടെങ്കിൽ അവർക്ക് ഇരിക്കുക. അത് രണ്ടും സാധാരണ. ഇമാമിന് നിൽക്കാൻ വയ്യ, ഇരുന്ന് നിസ്കരിക്കുന്നത്. എന്നാൽ നിൽക്കാൻ വയ്ക്കുന്ന മൗമൂമിങ്ങൾ നിന്ന് നിസ്കരിക്കണം. അപ്പൊ ഇതെന്തിനാ പറയണമെന്ന് വെച്ചാൽ, പണ്ട് ആ കുതിരപ്പുറത്തുനിന്ന് വീണ സമയത്തും അതുപോലെ ഉഹുദിൽ പരിക്കേറ്റ സമയത്തും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് നിസ്കരിക്കാൻ കഴിയാതെ വിഷമിച്ചപ്പം ഇരുന്ന് നിസ്കരിച്ചപ്പോൾ സഹാബാക്കളോട് ഇരുന്ന് നിസ്കരിക്കാൻ പറഞ്ഞിരുന്നു. ഇതിപ്പോ അവസാനത്തെ സംഭവമാണ്. ഈ അവസാനത്തെ സംഭവത്തിൽ തങ്ങൾ ഇരിക്കുകയാണ്, മൗമൂമികൾ നിൽക്കുകയാണ്. അപ്പൊ നേരത്തെയുള്ള ഹുക്കുമ് ഇതുകൊണ്ട് മൻസൂഖായി. അപ്പൊ ഇമാമി ഇരുന്നോട്ടെ, അവിടെ കേടില്ല, മൗമൂമികൾക്ക് നിസ്കരിക്കാം. മൗമൂമികൾ നിന്ന് തന്നെ നിസ്കരിക്കേണ്ടത്. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ഹുക്കുമ് ഇതുകൊണ്ട് മൻസൂഖായി എന്നാ പറയുന്നതിന്റെ ഉദ്ദേശം. മുത്തഫഖുൻ അലൈഹി. ഇത് തന്നെ നേരത്തെ ബുഖാരിന്റെ ഹദീസിൽ വിശദീകരിച്ചതും ഈ സംഭവമാണ്. ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. ഇമാം ബുഖാരി 684 റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇമാം മുസ്ലിം ആണെങ്കിൽ 95 418 നമ്പറായിട്ടും റിവായത്ത് ചെയ്ത ഹദീസാണ്. എന്നാൽ വഫീ റിവായത്തിലുഹുമ, ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത മറ്റൊരു റിവായത്തിലുണ്ട്. ഇങ്ങനെ അത് കുറച്ചുകൂടി വ്യക്തമാണ് ആ റിവായത്ത്. യുസ്മിഉ അബൂബക്കറിൻ അന്നാസ അത്തക്ബീറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇമാമ്. നിബിതങ്ങൾ ഇന്ത്യകാലത്തിന്റെ തക്ബീർ ചെല്ലുന്നുണ്ടോ, പക്ഷെ ശബ്ദമില്ല. അപ്പോൾ തൊട്ടടുത്ത് പറയലുള്ള സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉറക്കെ ചൊല്ലും. അതായത് മുബല്ലിഗ്, തബ്ലീഗ് ചെയ്യാം. അല്ലാതെ സിദ്ദീഖിന് ഇമാമായിട്ട് ജനങ്ങൾക്ക് നിസ്കരിക്കുക, എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇമാമായിട്ട് നിബിതങ്ങൾ നിസ്കരിക്കുക, അങ്ങനെയില്ല. ഒരാളിന്റെ മഅ്മൂമായി നിസ്കരിക്കുന്ന ആളോട് മറ്റൊരാൾ തുടർന്ന നമസ്കാരം തന്നെ ചെയ്യാവൂല. ഇവിടെ യഥാർത്ഥത്തിൽ എല്ലാവരും തുടരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. ക്ഷീണവും അവശനതയും ഉള്ളതുകൊണ്ട് ശബ്ദം ഉയർത്താൻ വയ്യാത്തപ്പം ശബ്ദം മഅ്മൂമികൾക്ക് കേൾക്കാൻ വേണ്ടി മുബല്ലിഗായിട്ടാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. ഈ റിവായത്തിൽ അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് കിട്ടും. 1141 عن أبي هريرة رضي الله تعالى عنه أنه قال قال رسول الله صلى الله عليه وسلم, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, അമായഖ്ശ, ഭയപ്പെടുന്നില്ലയോ, അല്ലദീ, ഒരു മനുഷ്യൻ,
ഇങ്ങനത്തെ മനുഷ്യനാണ് യർഫഉ റഅസഹു, അവൻ റുകൂഇൽ നിന്നും സുജൂദിൽ നിന്നുമൊക്കെ തല ഉയർത്തുന്നു ഖബലൽ ഇമാമി, ഇമാമിന് മുമ്പ്. റുകൂഇൽ നിന്ന് ഇമാമ് ഇത്തിദാലിലേക്ക് വരുന്നതിന് മുമ്പ് മഅ്മൂമ് തല ഉയർത്തി ഇത്തിദാലിലേക്ക്, സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നതിന് മുമ്പ് മഅ്മൂമ് ആദ്യം തല ഉയർത്തി. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഭയമില്ലേ, പേടിയില്ലേ? എന്ത്? അൻ യുഹവ്വിറല്ലാഹു റഅസഹു, അവന്റെ തലയെ അല്ലാഹു തആല കോലം മാറ്റലിനെ പറ്റി. എന്തായിട്ട്? റഅസ ഹിമാരിൻ, ഒരു കഴുതത്തലയായിട്ട് കോലം മാറ്റുന്നതിനെ പേടിക്കുന്നില്ലേ? കാരണം അവന്റെ ചെയ്ത സ്വഭാവം കഴുതന്റെ പണിയാണ്. മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മൂഢനായ മൃഗമാണ് കഴുത. അപ്പൊ ഇവനും ആ കഴുതന്റെ സ്വഭാവമാണ് കാട്ടിയത്. കാരണം ഇമാമ് ആണല്ലോ മുന്തേണ്ടത്, മഅ്മൂമ് പിന്തല്ലേ വേണ്ടത്. ഇവിടെ തല തിരിച്ച് മഅ്മൂമ് മുന്തി ഇമാമ് പിന്തുക എന്നറിയുന്നത് മൂഢത്തരാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കഴുതന്റെ സ്വഭാവമായിപ്പോയി. അതുകൊണ്ട് ചിലപ്പം വേണമെങ്കിൽ അല്ലാഹു തആല അവന്റെ രൂപം തന്നെ കഴുതയുടെ രൂപമാക്കി മാറ്റുന്നതിനെ പറ്റി പേടിക്കുന്നില്ലേ? അപ്പൊ ഈ ഉമ്മത്തിൽ ഹസ്ഫും മസ്ഫും ആമായിട്ടുണ്ടാവില്ല എന്നേ ഉള്ളൂ. ഖാസായ ചില സൂറത്തുകളിൽ ഭൂമിയിലേക്ക് പിടിച്ച് ആഴ്ത്തപ്പെടുന്ന ഹസ്ഫ് ഉണ്ടാകാം, മസ്ഹ് രൂപം മാറലുണ്ടാവാം. ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ അങ്ങനെ വരാം. ആ സംഭവമായി കൂടായില്ല എന്ന് ചിലപ്പോൾ ഹഖീഖത്ത് സംഭവിക്കാം, അല്ലെങ്കിൽ താക്കീദിന് വേണ്ടി പറഞ്ഞതാവാം. എന്തായാലും ഒരിക്കലും ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യാൻ പാടില്ല ഇമാമിനേക്കാൾ മഅ്മൂം മുൻകടക്കുക എന്ന് പറയുന്ന കാര്യം എന്നാണ് ഹദീസിന്റെ ആശയം. അത്രയേ ഉള്ളൂ. അൽ ഫസ്ലു സാനി, ഹദീസ് നമ്പർ 1142. عن علي ومعاذ بن جبل رضي الله تعالى عنهما وعنهم أنه قال, രണ്ടാളുകളിൽ നിന്ന് ഒന്നിച്ച റിവായത്ത്. قال رسول الله صلى الله عليه وسلم إذا أتى أحدكم الصلاة, നിങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ നിസ്കാരത്തിലേക്ക് വന്നാൽ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ പള്ളിക്ക് കയറി വരികയാണ്. എപ്പോഴാണ്? വൽ ഇമാമു അലാ ഹാലിൻ, ഇമാം അപ്പോ ഏതോ ഒരവസ്ഥയിലാണ്. നമസ്കാരം തുടങ്ങിയാണ്, ചിലപ്പോ റുക്കൂയിലേക്കാരം, ചിലപ്പോ ഇത്തിദാലിലേക്കാരം, ചിലപ്പോ സുജൂദിലായിരിക്കും, ചിലപ്പോ ഇടയിലിരുത്തത്തിലായിരിക്കും. എവിടെ ആട്ടെ, ഏത് ഹാലിലാണെങ്കിലും തുടരാം എന്ന് മാത്രമല്ല ഫല്യസ്നഅ, ആ വന്ന മഅ്മൂമ് ചെയ്തു കൊള്ളട്ടെ കമാ യസ്നഉൽ ഇമാം, ഇമാം എന്താണോ ചെയ്യുന്നത് അതുപോലെ. എന്ന് പറഞ്ഞാല് അടുത്ത റക്അത്തില് ഇമാം ഖിയാമിലേക്ക് എത്തുന്നത് വരെ കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിൽ പലരും അങ്ങനെ ചെയ്യുന്നത്. അതായത് ഇമാം സുജൂദിലാണ്, അല്ലെങ്കിൽ ഇടയിൽ ഇത്തത്തിലാണ്, അല്ലെങ്കിൽ ഇത്തിദാലിലാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെയൊന്നും റക്അത്തിൽ എണ്ണപ്പെടൂല, എങ്കിലും ആ ജമാഅത്തിന് കൂലിട്ടു. അതിനൊക്കെ അപ്പോ അത് കാത്തിരിക്കണ്ട. എവിടെയാണോ നിങ്ങൾ ചെല്ലും ഇമാം എത്തി നിൽക്കുന്നത് അതിലാണ് തുടർന്നാ മതി എന്ന്. പക്ഷേ റുക്കൂ കഴിഞ്ഞതിന്റെ ശേഷം തുടരാൻ ആ റക്അത്ത് അവൻ എണ്ണപ്പെടൂല, അത് വേറെ വിഷയം. പക്ഷെ തുടരേണ്ട അടുത്ത റക്അത്തിൽ എണ്ണപ്പെടണമെങ്കിൽ ഖിയാമത്ത് എത്തണ്ടേ, അതുവരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഈ ചെയ്തതിനൊക്കെ അല്ലാഹു തആല കൂലി തരും. റക്അത്ത് ഉണ്ടെങ്കിലും ചെയ്തതിന് കൂലി കിട്ടും. വഖാൽ റവാഹു തുർമദി, ഇമാം തുർമദിന്റെ ഹദീസ് റിവായത്താണ്. വഖാല, ഇമാം തുർമദി ഹദീസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഹാദാ ഹദീസുൻ ഗരീബുൻ എന്ന്. അതായത് സനദിന്റെ അടിസ്ഥാനത്തിൽ ചില വഖഫുകൾ ഹദീസിനുണ്ട്, എങ്കിലും അഹ്ലുൽ ഇൽമ് അങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ലാ നഅരിഫു അഹദൻ അസ്നദഹു എന്ന് ഇല്ലാ റുവിയ മിൻ ഹാദൽ വജ്ഹി ഖാല വൽ അമലു അലാ ഹാദാ ഇൻദ അഹ്ലിൽ ഇൽമി. സനദിന് ചെറുപ്പുണ്ട്, എങ്കിൽ പോലും എല്ലാ മുജ്തഹിദീങ്ങളും ഇതിൽ ഖിലാഫില്ലാത്തവരാണ്. എവിടെയാണ് ഇമാമെങ്കിലും അവിടെയൊക്കെ തുടരാം. പക്ഷേ
ഖിയാമ് കിട്ടിയിട്ട് റുക്കോ ഇമാമിന്റെ കൂടെ കിട്ടുകയോ അല്ലെങ്കിൽ റുക്കോയിൽ കിട്ടിയിട്ട് ഈ തുമനീനത്ത് കിട്ടിയതിൽ അറക്കത്ത് എണ്ണപ്പെടുള്ളൂ എന്നതൊഴിച്ചാൽ എവിടെയാണ് ഇമാമെങ്കിലും അവിടെ തുടരാം എന്നതിൽ അയിമ്മത്തിന് ഖിലാഫില്ല. 1143 عن أبي هريرة رضي الله تعالى عنه أنه قال قال رسول الله صلى الله عليه وسلم إذا جئتم من الصلاة നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വന്നാൽ വനഹ്നു സുജൂദുൻ അപ്പോൾ ഞങ്ങൾ ജമാഅത്തിൽ ഇമാമും അവിടെ നേരത്തെ എത്തിയ മഅ്മൂമീങ്ങളും സുജൂദിലാണ് എങ്കിൽ ഫസ്ജുദൂ നിങ്ങൾ ആ ഇമാമ് എവിടെ സുജൂദിലാണെങ്കിൽ ആ സുജൂദിലേക്ക് നിങ്ങളും പോയിക്കോളൂ. വലാ തഅദ്ദൂഹു ശൈഅ പക്ഷേ അതൊരു റക്അത്തിൽ എണ്ണപ്പെടുകയില്ല എന്ന്. കാരണം എന്താ, സുജൂദിൽ നിന്ന് ഉയർന്ന് റുക്കൂയിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ആ റക്അത്ത് എണ്ണപ്പെടൂലെങ്കിലും ചെയ്തതിന് കൂലിട്ടു. അപ്പൊ അതുകൊണ്ട് ഇമാം എവിടെയെന്ന് വെച്ചാൽ അവിടെ സുജൂദിലാണെങ്കിൽ സുജൂദ് ചെയ്തോളി. വമൻ അദറക റക്അതൻ ഒരു റക്അത്ത് പൂർണ്ണമായിട്ട് ഒരാൾക്ക് കിട്ടിയാൽ, അങ്ങനെ ഒരു അർത്ഥം ഇത് സാധാരണ വെക്കുന്ന അർത്ഥമാണ്. പക്ഷേ ജമ്മിലൊക്കെ പറഞ്ഞതനുസരിച്ച് വമൻ അദറക റക്അതൻ റുക്കൂ ഇമാമിന്റെ കൂടെ കിട്ടിയാൽ ഫഖദ് അദറക സ്വലാത്ത അവിടെ ആ റക്അത്ത് ഓന് കിട്ടുമെന്ന്. അപ്പൊ റക്അത്ത് കിട്ടണമെങ്കിൽ റുക്കൂ ഇമാമിന്റെ കൂടെ എത്തണം എന്ന് വേറെ അർത്ഥം അതിന് വെക്കലുണ്ട്. ഒമൻ അദറക റക്അത്ത് എന്ന് പറഞ്ഞാൽ വഖത്ത് ഖളാ ആവുന്നതിന് മുമ്പ് വഖത്തിൽ ഒരു റക്അത്ത് പൂർണ്ണമായിട്ട് കിട്ടി, രണ്ടാം സുജൂദും കഴിഞ്ഞ് തല ഉയർത്തിയതിന് ശേഷമാണ് വഖത്ത് ഖളാ ആയതെങ്കിൽ ഫഖദ് അദറക സ്വലാ മുഴുവൻ കിട്ടിയവനെ പോലെയായി എന്ന് പറഞ്ഞാൽ അതാത് നിസ്കാരത്തിന് പേര് പറയാൻ. അങ്ങനെയും ഹദീസിന് അർത്ഥം പറഞ്ഞവർ ഉണ്ട്. ഈ ഹദീസ് റവാഹു അബൂദാവൂദ്, ഇമാം അബൂദാവൂദ് റിവായത്ത് ചെയ്ത ഹദീസാണ്. ആ ഹദീസിന്റെ സനദിനും വഖഫുണ്ട് എന്നെ വലിയ അബൂദാവൂദ് 893 നമ്പറായിട്ടാണ് ആ ഹദീസ് റിവായത്ത് ചെയ്തത്. നേരത്തെ പറഞ്ഞ ഹദീസ് തുർമദിന്റെ ഹദീസ് 591 നമ്പറാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ 1142 നമ്പർ ഹദീസ്. അത് രണ്ടും സനദിന് വഖഫുണ്ട്. 1144 عن أنس رضي الله تعالى عنه أنه قال قال رسول الله صلى الله عليه وسلم ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്യുന്നു, മൻ സ്വല്ലാ ഒരാൾ നിസ്കാരം നിർവഹിച്ചു ലില്ലാഹി ഇഖ്ലാസോട് കൂടി, പേരിനും പ്രശസ്തിക്കൊന്നുമല്ല, അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇഖ്ലാസോട് കൂടി ഒരാൾ നിസ്കരിച്ചു 40 യൗമൻ 40 ദിവസം 5 വഖത്തും എങ്ങനെ നിസ്കരിച്ചു? ഫീ ജമാഅത്തിൻ ജമാഅത്തായിട്ട് നിസ്കരിച്ചാ പോരാ, പിന്നെ എങ്ങനെ വേണം? യുദ്രികു തക്ബീറത്തുൽ ഊലാ ഒന്നാം റക്അത്തിൽ ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിനെ അവൻ എത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ജമാഅത്തിന് പിന്തി നിൽക്കാതെ കൃത്യമായി ഇഖാമത്ത് കൊടുത്ത ഉടനെ സഫ് കെട്ടി നിന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലാൻ വേണ്ടിയിട്ട് ഒരുങ്ങി തയ്യാറായി നിന്ന് ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ താമസം വിനാ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നു. അപ്പൊ ഫളീലത്തു തഹറും ലഭിക്കുക എന്നാണ് അതിന് പറയാ. ജമാഅത്തിന്റെ കൂലി എന്നതിന്റെ പുറമെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത് വലിയ കാര്യം. അത് തുടർച്ചയായി ഇഖ്ലാസോട് കൂടി 40 ദിവസം അങ്ങനെ 5 വഖ്തും പേക്കാതെ ഒന്നാം റക്അത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയം തന്നെ ഇമാമിന്റെ കൂടെ എത്തിപ്പെടുകയും താമസം വിനാ നിസ്കാരത്തിൽ പ്രവേശിക്കുകയും ചെയ്താൽ കുതിബ ലഹു അങ്ങനെ ആ 50 ദിവസം 5 വഖ്ത് 40 ദിവസം ജമാഅത്തായി ഒന്നാം തക്ബീറത്തുൽ ഇഹ്റാമിന്റെ കൂടെ തന്നെ എത്തിക്കഴിഞ്ഞാൽ അവന് രേഖപ്പെടുത്തപ്പെടും ബറാഅത്താനി 2 മോചനം. ഏതാ നമുക്കെന്ന്
ഒന്ന് ബറാഅത്തും മിനന്നാർ, നാളെ പരലോകത്തിൽ അവൻ നരകശിക്ഷയിൽ നിന്നിട്ട് രക്ഷപ്പെടും. ഉണ്ടോ? അപ്പം തെറ്റ് ചെയ്തെങ്കിലോ, തെറ്റ് ചെയ്തെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യാൻ തൗഫീഖ് അള്ളാഹു കൊടുക്കുന്നതാണ് അതിന്റെ അർത്ഥം. തൗബ ചെയ്യാതെ മരിച്ചാൽ ചിലപ്പോ പുറത്ത് കിട്ടാതിരിക്കാം. റാലികരിമയഷാവു എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടാം. പക്ഷേ അത് എപ്പോഴും കിട്ടാനും അതേ സമയത്ത് കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. ഈ ഫളീലത്തുള്ളവൻ ഒരു തെറ്റും ജീവിതത്തിൽ ചെയ്യൂല എന്നർത്ഥം വെക്കണമെന്നില്ല. മറിച്ച് നല്ല ജീവിതം നയിക്കാൻ ഭാഗ്യം കിട്ടും. അതോടുകൂടി വല്ല തെറ്റും വന്നാൽ ഉടനെ തൗബ ചെയ്ത് മടങ്ങാനുള്ള തൗഫീഖും കിട്ടും. അപ്പൊ പിന്നെ നരകത്ത് കിടക്കൂലല്ലോ. അതുകൊണ്ട് മറ്റൊന്ന് അത് ആഖിറത്തിലുള്ളത്. മറ്റൊന്ന് ബറാഅത്തും മിനൻ നിഫാഖ്, മുനാഫിഖീങ്ങളുടെ പ്രവർത്തനം അവനിൽ നിന്നിട്ട് ഒഴിഞ്ഞു പോകും. ഇവിടെ പറയുന്ന നിഫാഖ് പ്രവൃത്തികളിലുള്ള നിഫാഖ, അല്ലാതെ ഈമാനുമായി ബന്ധപ്പെട്ട നിഫാഖല്ല. ഈമാനുമായി ബന്ധപ്പെട്ട നിഫാഖായ കുഫ്റല്ലേ, അതല്ല വിഷയം. ഇവിടെ പ്രവൃത്തിപരമായ 3 അലാമത്ത് പറഞ്ഞില്ലേ? ഒരു ഹദീസിൽ 4 അലാമത്ത് പറഞ്ഞു. ആ അലാമത്തുകൾ അവിടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതിന് തൊട്ട് അല്ലാഹു തആല കാക്കും. റവാഹു തിർമിദി. ഈ ഹദീസ് 241 നമ്പറായിട്ട് ഇമാം തുർമദി സുനനിൽ റിവായത്ത് ചെയ്തതാ. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഫളായിലുൽ അഅ്മാലിൽ പറയാൻ പറ്റുന്ന ഹദീസാണ്. നേരെ അനസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ട് റിവായത്തുണ്ട്, അല്ലാത്ത റിവായത്തുണ്ട്. രണ്ടായാലും മർഫൂ തന്നെയാണ്. ഒന്ന് ഹുക്മിയ മർഫൂആണ്, കാരണം ഒരാളുടെ റഅയ് കൊണ്ട് പറയാൻ പറ്റുന്നതല്ല. അല്ല, ഇവിടെ ഈ റിവായത്തിൽ ഖാല റസൂലുള്ളാഹി എന്ന് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അല്ലാഹ് 1145 عن أبي هريرة رضي الله تعالى عنهم أنه قال قال رسول الله صلى الله عليه وسلم من تولأ فأحسن وضوءه, ഒരാൾ വുളൂ നല്ല നിലയിൽ നിർവഹിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ സുന്നത്തുകളും ആദാബുകളൊക്കെ പാലിച്ചു, പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു വുളൂ ചെയ്തു. സുമ്മറാഹ, അങ്ങനെ അവൻ പള്ളിയിലേക്ക് പുറപ്പെട്ടു ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി. പക്ഷേ ദൗർഭാഗ്യവശാൽ ഫവജദന്നാസ ഖദ് സല്ലൂ, ജനങ്ങൾ ജമാഅത്ത് കഴിഞ്ഞുപോയി. ഇവൻ മനഃപൂർവ്വം ഇന്ത്യതല്ല, ഇവൻ ബാങ്ക് കൊടുത്ത ഉടനെ ഒരുങ്ങി തയ്യാറായി പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവൻ എത്തിയപ്പോഴേക്ക് ഭാഗ്യദോഷത്തിന് ആ ജമാഅത്ത് കഴിഞ്ഞുപോയി. ഇനി പിന്നെ ജമാഅത്തിന് അവിടെ ആളുമില്ല. എന്നാൽ അവൻ നിയ്യത്തനുസരിച്ച് അവൻ ജമാഅത്തിൽ പങ്കെടുക്കാൻ പോയവനാണ്. അത്താഹുല്ലാഹു, അങ്ങനെയുള്ള ആളുകൾക്കും അല്ലാഹു കൊടുക്കും. മിസ്ല അജ്രി മൻ സ്വല്ലഹ വഹളറഹ, ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് ജമാഅത്തിൽ ഹാളറായ കൂലി അവനും തന്നെ കൊടുക്കും. ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ഷൈഅ, നേരത്തെ എത്തി ജമാഅത്തിൽ പങ്കെടുത്ത് നിസ്കരിച്ചവരുടെ കൂലിയിൽ ഇവന് കൂലി കൊടുക്കുന്നതുകൊണ്ട് കുറവ് കിട്ടൂല. ഓൾക്ക് ഫീലിന്റെയും നിയ്യത്തിന്റെയും കൂലിയാണ്. ഇവന് ഫീൽ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നിയ്യത്തിന്റെ കൂലിയാണ്. ആ നിയ്യത്തോടുകൂടി പുറപ്പെട്ട് പോന്നല്ലോ, കിട്ടിയില്ല എന്നുള്ളത് അവന്റെ ദൗർഭാഗ്യവശാൽ കിട്ടിയില്ല എന്നുള്ളൂ. അതുകൊണ്ട് അവന് കൂലി കിട്ടും. എതിരില്ലാതെ വെറുതെ ഇങ്ങനെ വയന്നൊടിച്ച് അവിടെ ഇവിടെയായി അങ്ങനെ എങ്ങനെയായി ഓലെ പറ്റിയിട്ടല്ല പറയുന്നത്. സാധാരണ ജാഗ്രതയിൽ ജമാഅത്തിന് വരുന്ന ആളാണ്. എന്തോ സംഗതി വശാൽ അല്പം താമസിച്ചു പോയി, വന്നപ്പോഴേക്ക് ജമാഅത്ത് കഴിഞ്ഞു. പിന്നെ അവിടെ ജമാഅത്തിന് പറ്റുന്ന ആളുകൾ ആരും ഇല്ല. എന്നാ പിന്നെ ഒറ്റയ്ക്ക് സ്കെച്ചാലും ഇവന്റെ നിയ്യത്ത് കൊണ്ട് ജമാഅത്തിന്റെ കൂലി കിട്ടൂന്ന്. റവാഹു അബൂദാവൂദ വന്നസായി. അബൂദാവൂദ് 564 നമ്പറായിട്ടും നസായി 855 നമ്പറായിട്ടുമാണ് ആ ഹദീസ് റിവായത്ത് ചെയ്തിരിക്കുന്നത്. 1146 وعن أبي سعيد الخدري رضي الله تعالى عنه وعنهم أنه قال جاء رجل
സ്വഹാബാക്കളിൽപ്പെട്ട ഒരു മഹാൻ ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ വന്നു. പറഞ്ഞേക്കും ഒരു സാധാരണ എപ്പോഴും നേരത്തിന് എത്തുന്ന ആളാ. അന്ന് എന്തോ കാര്യമായ എതിർകൊണ്ട് അല്പം താമസിച്ചു പോയി. അപ്പോഴേക്ക് വഖദ് സ്വല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിലുള്ള ജമാഅത്ത് കഴിഞ്ഞു പോയിണ്. അപ്പൊ ഇനിയിപ്പോ അവിടെ തൽക്കാലം ആരും വരൂല്ല. കാരണം അവരൊക്കെ കൃത്യമായിട്ട് എല്ലാവരും ജമാഅത്തിന് എത്തുന്നവരാ. നമ്മളേക്ക് പിന്നെ അങ്ങനെ ഒക്കുമ്പൊക്കെ പോയാൽ കുറച്ചു നേരം നിന്ന് ആരെങ്കിലും വന്നു വരും. സാധാരണയിൽ അങ്ങനെ ഇല്ല. ഇപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. കാരണം ഇദ്ദേഹം സാധാരണ ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളാണ്. ഇന്ന് താമസിച്ചത് എന്തോ എതിർകൊണ്ടാണ്. അപ്പൊ അയാളൊന്ന് സഹായിച്ചു കൊടുക്കാം. അപ്പൊ ജമാഅത്ത് കഴിഞ്ഞ ആള് പിരിഞ്ഞു പോയിട്ടില്ല. ഇതിന്റെ മുമ്പാടത് സംഭവം എന്തു പറഞ്ഞു? അലാ റജുലുൻ, ഏതെങ്കിലും ഒരാൾ തയ്യാറുണ്ടോ യതസദ്ദഖു അലാ ഹാദാ, ഇയാൾക്കൊരു ദാനം തച്ചാൻ, അതായത് ഫയുസല്ലിയ മഅഹു, അദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് നിസ്കരിച്ചു കൊടുക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എന്താ, ഇയാൾ ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലിന്റെ 27 ദർജല്ലേ ജമാഅത്തോട് കിട്ടുന്നത്. അപ്പൊ ഒരാൾ കൂടിക്കൊടുത്താല് ഈ 26 ദർജ കിട്ടാൻ ഇയാൾ സഹായിച്ചു. അപ്പൊ അയാൾ കൊടുത്ത സദഖ പോലെ. അപ്പൊ അതിന്റെ കൂലി അയാൾക്കും കിട്ടും. ഫഖാബ റജുലുൻ, സഹാബാക്കളിൽപ്പെട്ട ഒരു മഹാൻ തയ്യാറായി വന്നു. ഫസല്ലാ മഅഹു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തുള്ള അങ്ങനെ വന്നേ. ഏതായാലും ഒരു സഹാബാക്കളിൽപ്പെട്ട ഒരു മഹാൻ വന്നു അദ്ദേഹത്തിന്റെ കൂടെ. എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ ആരും സദഖ ചെയ്യുന്നതെന്നാ ചോദിച്ചത്. അപ്പൊ തന്നെ സഹാബാക്കൾക്ക് മനസ്സിലായി ഈ സദഖന്റെ ഉദ്ദേശം ഇയാൾ ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ നഷ്ടപ്പെട്ടേക്കാവുന്ന 27 ദർജ ഉണ്ടല്ലോ, അതിൽ ഒന്നിട്ടു ബാക്കി 26 ഇയാൾക്ക് നഷ്ടപ്പെടല്ലേ. അപ്പൊ അതൊന്ന് കിട്ടാൻ സഹായിക്കാന്ന് പറയുന്നത് അയാൾക്ക് ഇപ്പൊ ചെയ്യുന്ന സദഖ അതാണ് എന്ന് മനസ്സിലായി അയാൾ. അപ്പൊ ഇവിടെ എന്ത് മനസ്സിലായി? നേരത്തെ ജമാഅത്തായി നിസ്കരിച്ച ആളുകൾക്കും രണ്ടാമത്തെ ജമാഅത്തിൽ ഇആദത്ത് ചെയ്യൽ സുന്നത്തുണ്ട്. അത് ആദ്യത്തെ ജമാഅത്ത് ഏറ്റവും ഫളീലത്ത് കൂടിയതുമാണ്, ആളുകൾ തോനുള്ളതുമാണ്. രണ്ടാമത്തെ ജമാഅത്ത് ആളും കുറവാണ്, ഫളീലത്തും കുറവാണ്. എന്നാലും ഇങ്ങനെ ഇആദത്ത് ചെയ്യൽ സുന്നത്തുണ്ട് എന്ന മസ്അല കൂടി ഹദീസിൽ നിന്ന് കിട്ടും. കാരണം എന്താ, ആദ്യത്തെ ജമാഅത്ത് സഹാബാക്കൾ എല്ലാവരും ഉണ്ടാണും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ ഇമാമ്. ആ ഫളീലത്ത് എന്തായാലും പിന്നെ കിട്ടൂലല്ലോ. ഒരു സഹാബി ഇമാമായി നിൽക്കുന്നു, വേറൊരു സഹാബി തുടരുന്നു, അത്രയേ ഉള്ളൂ. എന്നാലും പറ്റും. ഇദ്ദേഹത്തിന് സുന്നത്തിന്റെ കൂലിയും കിട്ടും, മറ്റേയാൾക്ക് ജമാഅത്തിന്റെ ഫളീലത്തും കിട്ടും. റവാഹു തുർമദിയു വഅബൂ ദാവൂദ. ഇമാം തുർമദി 220 നമ്പറായിട്ടാണ് ആ ഹദീസ് റിവായത്ത് ചെയ്തത്. 46 അതന്നെ നമുക്ക് 220 ഹദീസ് നമ്പർ 1147. അൽ ഫസ്ലു സാലിസ്. عن عبيد الله بن عبد الله رضي الله تعالى عنه. عبيد الله بن عبد الله بن عتبة بن مسعود ആണ്. അത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനുണ്ട് ഒരു ഉത്ബത്ത്. അവരുടെ മകൻ അബ്ദുല്ലാഹിന്റെ മകൻ ഉബൈദുല്ലാഹ്. എന്താ പറയുന്നത്, താബീങ്ങളിൽപ്പെട്ട മഹാന. ഖാല ദഖൽതു അലാ ആയിഷത റളിയല്ലാഹു തആല അൻഹ. ഒരിക്കൽ ഞാൻ മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ സമീപം ചെന്നു. ഫഖുൽതു, ഞാൻ ചോദിച്ചു, അലാ തുഹദ്ദിസീനി, ഉമ്മ അവിടുന്ന് ഒന്ന് ഹദീസ് പറഞ്ഞു തരാമോ? അം മറളി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് രോഗത്തെക്കുറിച്ച് അവിടുന്ന് ഒന്ന് വിവരിച്ചു തരാമോ എന്ന് ചോദിച്ചപ്പോൾ കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ബലാ, അതേല്ലോ, വിവരിച്ചു തരാം. സഖുലൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗം വളരെ മൂർച്ഛിച്ചു. അതായത് വീട്ടിൽ നിന്ന്
പള്ളിയിൽ ചെന്ന് ഇമാമായി നിസ്കരിക്കാൻ പറ്റാത്ത അത്രയും രോഗം മൂർച്ഛിച്ചു. അപ്പോ തങ്ങൾ ചോദിക്കുകയാണ്, ആ സ്വല്ലന്നാസ്, എല്ലാ ജനങ്ങളൊക്കെ നിസ്കരിച്ചു പോയോ എന്ന് ചോദിച്ചു. അപ്പോ ഖുൽനാ ലാ റസൂലല്ലാഹ്, ഇല്ല തങ്ങളെ, ജനങ്ങൾ നിസ്കരിച്ചു പോയിട്ടില്ല. വഹും യന്തളിറൂനക, അവിടത്തെ വരവ് കാത്തിരിക്കുകയാണല്ലോ അവര് എന്ന് പറഞ്ഞു. അപ്പോൾ നല്ല ക്ഷീണ. ഫഖാല, തങ്ങൾ പറഞ്ഞു, വഉലി മാ, നിങ്ങൾ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് വെച്ചിരി. ഫിൽ മിഖ്ളബി, മിഖ്ളബിൽ സാധാരണ വസ്ത്രമൊക്കെ അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വട്ടപാത്രമാണ് മിഖ്ളബ് അറിയുന്നത്. അങ്ങനെയുള്ള ഒരു വട്ടപാത്രത്തിൽ എനിക്ക് കുറച്ച് വെള്ളം പാർന്നു വെച്ചിരിക്കുക, കുളിക്കാനാണ്. കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ഫഫഅൽന, അങ്ങനെ ഞങ്ങൾ ആ പാത്രത്തിൽ വെള്ളം ഒഴിച്ചു വെച്ചു. ഫഗ്തസല, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കുളിച്ചു ഫദഹബ ലിയനൂഅ, അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി പോയി. യഖൂമാനർത്ഥം. അപ്പോഴേക്ക് ഫഉമിയ, രോഗത്തിന്റെ കാഠിന്യത്താൽ ക്ഷീണിച്ച് ബോധക്കേട് വന്നു. കുറച്ചേരം കഴിഞ്ഞ് മാഫാക്ക, ബോധം തെളിഞ്ഞു. ഫക്കാല, വീണ്ടും അവിടുന്ന് ചോദിച്ചു, അസല്ലന്നാസു, ആളുകൾ നിസ്കരിച്ചു പോയില്ലേ എന്ന് ചോദിച്ചു. ഖുൽനാ ലാ യാ റസൂലല്ലാഹ്, ഇല്ല പോയിട്ടില്ലല്ലോ. വഹും യന്തളിറൂനക, ഇപ്പോഴും തങ്ങളുടെ വരവ് കാത്തിരിക്കുകയാണല്ലോ അവർ എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും പറഞ്ഞു, വഉലി മാഅൻ ഫിൽ മിഖ്ളബ്, ഒന്നുകൂടി ചെറിയൊരു ആശ്വാസം കിട്ടുമെന്ന് കുളിച്ചാൽ അതിനു വേണ്ടിയിട്ട് ആ വട്ടപാത്രത്തിൽ നിങ്ങൾ കുറച്ച് വെള്ളം പറഞ്ഞിരി. കാലത്ത് ഫഗ്തസല, വെള്ളം ഒഴിച്ചു. തങ്ങളവിടെ ഇരുന്ന് കുളിച്ചു, നിൽക്കാനൊന്നും വയ്യ. സുമ്മദഹബരിയകുനുവ, കുളി കഴിഞ്ഞിട്ട് എഴുന്നേൽക്കാൻ പോയി. ഫൗമിയലൈഹി, വീണ്ടും ക്ഷീണിച്ച് ബോധരഹിതനായി. കുറച്ചേരം കഴിഞ്ഞ് സുമാഫാക്ക, വീണ്ടും ബോധം തെളിഞ്ഞു. കാലപ്പോഴും ചോദിക്കുകയാണ്, അസല്ലന്നാസ്, നിസ്കരിച്ചോ ജനങ്ങളൊക്കെ? ഖുൽനാ ലാ വഹും യന്തളിറൂനക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരായിട്ടുള്ളവരെ, അങ്ങയുടെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ടവർ കാത്തിരിക്കുന്നു. മൂന്നാമതും പറഞ്ഞു, വഉലി മാഅൻ ഫിൽ മിഖ്ളബ്, അങ്ങനെ വെള്ളം ഒഴിച്ചു വെച്ചപ്പോ കാദാ വഖ്തസല, ഇരുന്ന് കുളിച്ചു. സുമ്മ ദഹബ ലിയനൂഅ, മൂന്നാം പ്രാവശ്യം എഴുന്നേൽക്കാൻ പോയപ്പോ ഫൗമിയ അലൈഹി. സുമ്മ ഫാഖ, പിന്നെ കുറച്ച് കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പം ഖാല സല്ലന്നാസ്, വീണ്ടും ചോദിച്ചു. ഖുൽനാ ലാ ഹും യന്തളിറൂനക യാ റസൂലല്ലാഹ്, ഈ സമയമൊക്കെയും വന്നാസു അഖൂഫുൻ ഫിൽ മസ്ജിദ്, പള്ളിയിൽ ഇങ്ങനെ ഇത്തികാഫിലായി ഇരിക്കാം. യന്തളിറൂന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലിസലാത്തിൽ ഇശാഇൽ ആഖിറ, അവിടുന്ന് ഇശാ നിസ്കാരത്തിന് ഇമാമക്കും തങ്ങൾ വരും എന്നുള്ള കാത്തിരിക്കുന്നതാണ് അവർ ഈ സമയമൊക്കെ. ഇനി നിവൃത്തിയില്ല എന്ന് കണ്ടപ്പം ഫഅർസല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ അബീ ബക്കറിൻ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് ആളയച്ചു. വിവരം പറഞ്ഞെന്താ, ബിഅയുസല്ലി ബിന്നാസ്, മഹാനവറുകൾ നിസ്കാരത്തിന് ഇമാമത്തുനിന്ന് ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഫാത്താഹു റസൂല് പറഞ്ഞയച്ച ദൂതൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹദ്റത്തിൽ ചെന്നു. ഫഖാല, എന്നിട്ട് ആ ദൂതൻ പറയാം, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഅ്മുറുക അൻ തുസല്ലിയ ബിന്നാസ്, ജനങ്ങൾക്ക് ഇമാമായി അവിടെ നിസ്കരിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. ഫഖാല അബൂബക്കർ, അപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ, വകാന റജുലൻ റഖീഖാ, വളരെ മനസ്സ് മാർദ്ദവമായ ആളായിരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അദ്ദേഹത്തിന് തൽക്കാലം ഇമാമത്ത് നിൽക്കാൻ ഒരു പ്രയാസം പോലെ തോന്നി. അപ്പൊ എന്തു പറഞ്ഞു, യാ ഉമറു സല്ലി ബിന്നാസ്, ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ നിങ്ങൾ നിസ്കരിക്കി എന്ന് പറഞ്ഞു. ഫഖാല ലഹു ഉമറു,
തിരിച്ചു ഉമർ റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ഇല്ലല്ല അൻത ഹഖ്ഖു ബിദാലിക, ഇമാം നിൽക്കാൻ നിങ്ങളാണ് ഏറെ അർഹൻ. അള്ളാന്റെ ഹബീബ് കഴിഞ്ഞാൽ പിന്നെ ഈ ഉമ്മത്തിൽ ഇമാമത്ത് കൊണ്ട് ഏറ്റവും അർഹതപ്പെട്ടവൻ താങ്കളാണല്ലോ. അങ്ങനെ വസല്ലാ അബൂബക്കറിൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇമാമായി നിസ്കരിച്ചു. തിൽക്കൈ അയ്യാം, ഏതാനും ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടുന്ന് വഫാത്താകുന്നത് വരെയുള്ള ദിവസങ്ങളിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമായാണ് നിസ്കരിച്ചത്. ഇപ്പൊ ഇവിടെ സംശയമുണ്ട്, ഖിലാഫത്ത് കൊണ്ട് എല്ലാ നിലക്കും അർഹതപ്പെട്ടത് ഇമാം അലി റളിയല്ലാഹു തആല അൻഹു തങ്ങളാണ് എന്ന് പറയുന്ന ഷിയാക്കൾ ഇവിടെ മറുപടി പറയേണ്ടി വരും. എന്തുകൊണ്ട് അവിടെ ഇമാം അലി റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, എന്നിട്ട് അവരോട് ഇമാമാക്കാൻ പറയാതെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ തന്നെ ഇമാമാക്കി? അതൊരു ഇശാറത്താ, നസ്സല്ലെങ്കിലും. ദീനിന്റെ ഇമാമത്ത് അള്ളാന്റെ ഹബീബിനെ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം സിദ്ദീഖിനാണ്. അപ്പൊ ദുന്യാവിന്റെ അങ്ങനെ തന്നെ, അങ്ങനെ നിസ്കരിച്ചു പോലും എല്ലാ വക്തിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കും. സുമ്മ ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വജദ ഖിഫ്ഫതൻ ഫീ നഫ്സിഹി ഖിഫ്ഫ, ശരീരത്തിന് ചെറിയൊരു ആശ്വാസം തോന്നി, രോഗത്തിന് കുറച്ചൊരു ശമനം പോലെ കുറച്ചൊരു ആഫിയത്ത് തോന്നി. അങ്ങനെ നിസ്കാരം പള്ളിയിൽ തുടങ്ങിയപ്പോൾ ഖറജ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് പുറപ്പെട്ടു. ബൈന റജുലൈനി, രണ്ടാളുടെ ഇടയിൽ തന്നെ അപ്പുറപ്പുറം താങ്ങി നിൽക്കുക. അഹദുഹുമൽ അബ്ബാസ്, ഒരു ഭാഗത്ത് നിന്നത് എളാപ്പ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തങ്ങളാണ്. പിന്നെ മറ്റേ ഭാഗത്തുള്ളത് പറഞ്ഞിട്ടില്ല, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പോത്തിനും അബൂബക്കർ യുസല്ലി ബിന്നാസ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ തുടങ്ങിയെന്ന്. കാരണം നിബിധങ്ങൾ കൽപ്പിച്ച് ഇപ്പൊ ജമാഅത്തിന് വരലില്ലല്ലോ. അപ്പൊ സമയമായപ്പോ ഇഖാമത്തോട്ട് നിസ്കാരം തുടങ്ങി. അപ്പോഴാണ് നിബിധങ്ങൾ എത്തുന്നത്. ഫലമ്മാ റആഹു അബൂബക്കറിൻ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിബിധങ്ങൾ വരുന്നത് കണ്ടപ്പോ ദഹബ ലിയതഅഖറ, പിന്നോട്ട് മാറി നിൽക്കാൻ പോയി. ഫൗമ ഇലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ യതഅഖറ, പിൻകണ്ട് അവിടെ തന്നെ നിന്നോ എന്ന് കയ്യോട് ഇശാറ ചെയ്തു. കാല അജിലിസാനി, തങ്ങൾ പറയാം, അജിലിസാനി ഇലാ ജംബിഹി, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തായിട്ട് എന്നെ കൊണ്ട് ഇരുത്തി എന്ന് പറഞ്ഞു. അങ്ങനെ വാജിലിസാഹു ഇലാ ജംബി അബൂബക്കറിൻ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തായിട്ട് കൊണ്ടുപോയി ഇരുത്തി. വന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിദുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുകയാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിൽക്കുകയാണ്. അങ്ങനെ നബി തങ്ങൾ ഇമാമായി, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുബല്ലിഗായി. വഖാല ഉബൈദുല്ലാഹ്, നേരത്തെ ഹദീസ് റിവായത്തുന്ന ഉബൈദുള്ള പറയാണ്, ഈ സംഭവം ആയിഷ ബീവി പറഞ്ഞെന്നാണല്ലോ. ഫഖുൽതു വദഖൽതു അലാ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, ഇമാം ഇബ്നു അബ്ബാസ് തങ്ങളുടെ അരികെ ചെന്നു. ഫഖുൽതു ലഹു, ഞാൻ ഇബ്നു അബ്ബാസ് തങ്ങളോട് ചോദിച്ചു, അലാ അയ്ദു അലൈക മാ ഹദ്ദസത്നി ബിഹി ആയിഷതു അമ്മർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് രോഗത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചു. കാല, അപ്പൊ ഇബ്നു അബ്ബാസ് തങ്ങൾ ഹാത്തി, പറയേ കൊണ്ടാ. അങ്ങനെ ഫറദ്തു അലൈഹി ഹദീസഹാ, ആയിഷ റളിയല്ലാഹു അൻഹ ആദ്യം പറഞ്ഞത് മുതൽ ഇതുവരെയുള്ള ഫുള്ള് കാര്യം പറഞ്ഞു കൊടുത്തു. ഫമാങ്കറ മിനു ഷൈഅൻ, ഒന്നും ഇൻകാർ ചെയ്തില്ല, ഒക്കെ സമറ അങ്ങനെ തന്നെ. അപ്പോ ഇബ്നു അബ്ബാസിന് അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ വൈറാനഹു, ഇബ്നു അബ്ബാസ് കാലെങ്ങനെ പറഞ്ഞു, ആ സമ്മത്തിലൊക്കെ റജുലല്ലദീ കാന മഅ അബ്ബാസ്, ഒരു ഭാഗത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു പിടിച്ചതെന്ന് പറഞ്ഞല്ലാതെ മറ്റേ ആളെ പറ്റിയിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ആ ആളാരാണെന്ന് പറഞ്ഞോ ചോദിച്ചു. കൊടുത്തില്ല, അത് പറഞ്ഞില്ല. കാലപ്പം ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഹു അലി റളിയല്ലാഹു തആല അൻഹു, മറ്റേ ഭാഗത്ത് നിന്നത് ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളാണ്. അപ്പൊ ഈ ഹദീസ് നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ആശയത്തിനൊക്കെ തന്നെയാണ്. അതായത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുബല്ലിഗായിട്ട് നിസ്കരിക്കുന്നു, മഅ്മൂമിങ്ങളൊക്കെ നിസ്കരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖീഖത്തൻ ഇമാം ഇരിക്കുകയാണ്. അപ്പൊ ഇമാം എതിരുണ്ടായിട്ട് നിസ്കരിക്കുമ്പോൾ മഅ്മൂമിങ്ങൾ നിസ്കരിക്കാം എന്ന ആശയം തന്നെയാണ് ഹദീസിൽ. ഇമാം ബുഖാരി തന്റെ സഹീഹ് 687 നമ്പറായിട്ടും ഇമാം മുസ്ലിം 90 418 നമ്പറായിട്ടും റിവായത്ത് ഹദീസാണ്. ഇനി ഒരൊറ്റ ഹദീസേ ഉള്ളൂ, എന്നാൽ ഈ ബാബ് അവസാനിക്കും. ഒന്നല്ല രണ്ട് ഹദീസ് ചെറുത്. 1148 അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കാന യഖൂലു,
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, മൻ അദറക റകഅത, റുക്കൂ ഒരാൾക്ക് കിട്ടിയാൽ, ഇമാമിന്റെ കൂടെ റുക്കൂ കിട്ടിയാൽ ഫഖദ് അദറക സജദത, ആ റകഅത്ത് അവന് കിട്ടി. അതിപ്പോ നമ്മൾ സാധാരണ മശൂറായ മസല തന്നെയാണ്. ഇമാമ് റുക്കൂയിൽ നിന്ന് ഉയരുന്നതിന് മുമ്പ് മഅ്മൂമ് തക്ബീർ കെട്ടി സുജൂദിലെത്തുകയും ഇമാമിന്റെ കൂടെ തുമനീനത്ത് കിട്ടുമ്പോഴാണ് റുക്കൂ കിട്ടുക. അങ്ങനെ കിട്ടിയാൽ ആ റകഅത്ത് കിട്ടിയവരായി. അതേ സമയത്ത് വമൻ ഫാതതുഹു ഖിറാഅത്തു മിൽ ഖുർആൻ, റകഅത്ത് കിട്ടും, പക്ഷേ ഖിയാമിൽ കിട്ടി ഇമാമിന്റെ കൂടെ തുടർന്ന് ഫാത്തിഹ സൂറത്ത് ഓതണം, അത് നഷ്ടപ്പെട്ടു പോയാൽ ഫഖദ് ഫാതഹു ഖൈറുൻ കസീർ, ഒരുപാട് ഖൈറ് പോയി. അതുകൊണ്ട് റകഅത്ത് നടക്കൂല. റുക്കൂയിൽ നിന്ന് ഇമാം ഉയരുന്നതിന് മുമ്പ് എത്തി ഇമാമിന്റെ കൂടെ തുമനീനത്ത് കിട്ടിയാൽ റകഅത്ത് കിട്ടും, പക്ഷേ ഖിയാമ് കിട്ടാതെ ഖിയാമിലുള്ള ഫാത്തിഹ ഓതാനൊക്കെ ആവുമ്പോൾ കുറെ കൂലി കുറയും. ഇത് ഇമാം മാലിക് തങ്ങൾ തന്റെ മുവത്തയിൽ റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇനി 1149 عن أبي هريرة رضي الله تعالى عنه قال الذي يرفع رأسه, റുക്കൂയിൽ നിന്ന് സുജൂദിൽ നിന്നൊക്കെ തല ഉയർത്തുന്നവൻ, വയഹ്ഫിളുഹു, അതുപോലെ റുക്കൂയിലേക്ക് സുജൂദിലേക്കൊക്കെ തല താഴ്ത്തുന്നവനും, ഖബ്ലൽ ഇമാം, ഇമാമ് കുനിയുന്നതിന് മുമ്പ് കുനിയ, ഇമാം ഉയരുന്നതിന് മുമ്പ് ഉയരുക, ഇങ്ങനെയുള്ള വ്യക്തി ഫൈന്നമാ നാസിയതുഹു ബിയദി ശൈത്താൻ, അവന്റെ മൂർത്താവ് പിശാചിന്റെ കയ്യിലാണ്. എന്ന് പറഞ്ഞാൽ അവനെ കീപ്പോട്ട് കുനിയാൻ വേണ്ടി പിടിച്ചു വലിക്കുന്നതും മേപ്പോട്ട് ഉയരാൻ വേണ്ടി പിടിച്ചു വലിക്കുന്നതും പിശാചി ഇവന്റെ മൂർത്താവ് പിടിച്ചു വലിക്കുന്നത് പോലെയാണ്. എന്ന് പറഞ്ഞാൽ കടുത്ത തെറ്റാണ്, പിശാചിന് വഴിപ്പെടലാണ് എന്നർത്ഥം. അതാ പിശാചിന് വഴിപ്പെടലാണ്. കാരണം ഇമാമിന് തുടരാൻ വേണ്ടിയിട്ടാണല്ലോ കൽപ്പിച്ചത്. ഇപ്പൊ ഇമാമിനേക്കാൾ മുന്തുക ഇന്തിഖാലാത്തിൽ എന്ന് പറയുന്നത് പിഴവാണ്. അള്ളാഹു റസൂലിന് വഴിപ്പെടാതെ പിശാചിന് വഴിപ്പെടലാണ് എന്നർത്ഥം. അതും തന്നെ ഹദീസ് ഇമാം മാലിക് തങ്ങൾ മുവത്തയിൽ റിവായത്ത് ചെയ്ത ഹദീസാണ്. ആദ്യം പറഞ്ഞത് മുവത്ത ഹദീസ് റഖം 18 മിൻ കിതാബി സ്വലാത്ത് വഖ്തു സ്വലാത്ത്. മറ്റേത് മാലിക് തങ്ങൾ മുവത്തയിൽ 57 നമ്പർ, അതേ തന്നെ വഖ്തു സ്വലാത്തിന്റെ കിതാബ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.